ഹായ്. അപ്പോൾ ഇന്നൊരു 10 മിനിറ്റുള്ള ലഞ്ച് മെനുവിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓഫീസ് ലഞ്ച് മെനു വേണമെന്ന് പറഞ്ഞ് കുറച്ച് കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ അതിന് എളുപ്പത്തിൽ ഒരു ലഞ്ച് മെനു തയ്യാറാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒട്ടും മിസ് ചെയ്യാതെ എല്ലാ വീഡിയോസും ട്രൈ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ കമൻറ്റ് ചെയ്യാറില്ല, സൈലൻ്റായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നതിൻ്റെ 10 ടൈം പോലും വേണ്ട ഒന്ന് കമൻറ്റ് ചെയ്യാൻ. ഒരു ചെറിയ കമൻറ്റെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫോളോവർ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം, ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ. നിങ്ങൾക്ക് ഇത്ര വീഡിയോ ഇട്ട് തരുന്നതല്ലേ. അപ്പോഴൊക്കെ നമുക്ക് വീഡിയോ കാണാം. ആദ്യം തന്നെ കുക്കറിൽ റൈസ് വേവിക്കാൻ വേണ്ടി ഞാനിത് ഓഫാക്കി വെച്ചിരിക്കുവാണ്. ഇത് ഇവിടെ ഇരുന്ന് വേവും കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ കറികൾ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. ഇത് എല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചിട്ടില്ല, നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ നമ്മളൊരു തേങ്ങാ ചമ്മന്തി, പുളിയൊക്കെ ഇട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.25 കൈപ്പിടി തേങ്ങയും, കുറച്ച് എരിവിനാവശ്യമായിട്ട് കാശ്മീരി മുളക് പൊടിയും, കുറച്ച് ഉപ്പും, പിന്നെ 2-3 കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു 3 കൊച്ചുള്ളി അത് ഒന്ന് കട്ട് ചെയ്തിട്ടു, പിന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു പാത്രത്തിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു തൈര് സാലഡ്, അതായത് ചല്ലാസ് പോലെ കുറച്ച് തൈരൊക്കെ ചേർത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എപ്പോഴും ഒരു അരമണിക്കൂർ മുന്നേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതായത് ഒരു ചെറിയ സവാളയും, പിന്നെ ഒരു ചെറിയ തക്കാളിയും, 2 പച്ചമുളകും, ലേശ ഇഞ്ചിയും, 2-3 കറിവേപ്പിലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ. ഇങ്ങനെ സാലഡ് ഉണ്ടാക്കുമ്പോഴേ, തൈര് സാലഡ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഇത് നീളം പയർ അല്ലെങ്കിൽ അച്ചിങ്ങ പയർ, പിന്നെന്താ നിങ്ങൾ ഓരോ നാട്ടിൽ ഓരോ പേരാണ് പറയുന്നത്. ഇത് ഒടിയൻ പയർ എന്നൊക്കെ പറയും. ഇത് ഞാനിങ്ങനെ നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. 1 കൈപ്പിടി തേങ്ങ, 2 പച്ചമുളക്, 2-3 വെളുത്തുള്ളി അല്ലി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, അത് നല്ല ജീരകോടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തങ്ങ് വെക്കും. അപ്പോൾ ഇങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെക്കുവാണെങ്കിൽ നമ്മുടെ ലഞ്ച് തയ്യാറാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ പയറ് തോരനുള്ള സാധനങ്ങളും മിക്സ് ചെയ്ത് വെക്കും. ഇനി ഇത് ഞാൻ നമ്മുടെ തൈര് സാലഡിന് ആവശ്യമായ തൈര് ഞാനൊന്ന് അടിച്ചെടുത്തതാണ്. കുറച്ചൊന്ന് കട്ടി കുറച്ചതാണ് കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് കട്ടി കുറച്ചെടുത്തതാണ്. അപ്പോൾ ഇനി ഇതൊരു പാവയ്ക്ക ഫ്രൈ അല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാം. ഇത് എണ്ണ കുറച്ച് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കാം. ഒരു വലിയ പാവയ്ക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഇതിനകത്തോട്ട് 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ട് കൊടുത്തു, ഒരു 2 കറിവേപ്പില, ഒരു ചെറിയ സവാളയുടെ പകുതി, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അപ്പോൾ പാവയ്ക്കയ്ക്ക് കയ്പ്പ് കൂടുമെന്നാണ് പറയുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടോ. പക്ഷേ ഞാൻ എന്നാലും മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇടും കേട്ടോ. ഇതിനകത്തോട്ട് തേങ്ങക്കൊത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും ഇതേപോലെ ഒരു അരമണിക്കൂറോളം അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയം വരെ ഇങ്ങനെ എല്ലാം ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അരിഞ്ഞ് മാറ്റിയൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇടിയിരിക്കട്ടെ, നമുക്കിനി ഓരോന്നായിട്ട് തയ്യാറാക്കാം. നിങ്ങൾ എന്ത് ഡിഷ് ഉണ്ടാക്കാനായാലും ആദ്യം എല്ലാം നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് റെഡിയായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനിടയ്ക്കൂടെ ഓരോന്ന് തപ്പി പോകണ്ട, അങ്ങനെ സമയം ലാഭിക്കാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് ഓർത്തിട്ട് അതിന് വേണ്ട സാധനങ്ങളെല്ലാം അടുപ്പിച്ച് വെക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഓരോന്നോരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പയർ തോരൻ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടാകുമ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നൊരു കാര്യം, ഞാൻ ഉപയോഗിക്കുന്ന കറികൾക്കൊക്കെ ഞാനിപ്പം എണ്ണ വളരെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ പക്ഷേ അത് നോക്കണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഉപയോഗിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം, ഒരു 2 കറിവേപ്പില. ഇനി ഇതിലേക്ക് പയറിൻ്റെ കൂട്ടിട്ട് കൊടുക്കാം. അരപ്പിനകത്ത് ഉപ്പ് ചേർത്ത്, എന്നാലും കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ തല്ലിപ്പൊത്തി അങ്ങ് നടുക്കോട്ടാക്കിയിട്ടേ
അടച്ചു വെച്ച് ചെറിയ രീതിയിൽ വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇഞ്ചിയും ഉള്ളി എല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ചേർത്ത് കൊടുക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാമോ? കണ്ടോ? നല്ല, അതായത് ഈ ഇഞ്ചി എല്ലാം കൂടെ ആദ്യം അരയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ചമ്മന്തിയാണ് ഈ ചമ്മന്തി. പിന്നെ ഞാൻ ഉരുട്ടി മാറ്റി വെക്കാം, തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഈ ചമ്മന്തി മാത്രം മതി ചോറുണ്ണാൻ, വേറൊന്നും വേണ്ട. ഞാനിവിടെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ അടുത്ത് നല്ലതെന്ന് പറഞ്ഞിട്ടുള്ളത് ചമ്മന്തി മീൻകറിയാണ്. ചമ്മന്തി അവിടെ റെഡിയായി. ഞാൻ ഈ തോരനാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ചിക്കി തോർത്തിയിട്ട് തീ ഓഫാക്കി എടുത്താണ് കേട്ടോ. പാവയ്ക്ക വറുത്തെടുക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിം ഇട്ടാൽ മതിയേ. ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആയിട്ട് കുറച്ച് എണ്ണ കൂടുതലൊഴിച്ച് 2 പ്രാവശ്യമായിട്ട് ഇത് വറുത്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ചൊന്ന് മെഴുക്കുരട്ടി പോലെ അങ്ങനെ വേണമെങ്കിലും വറുത്തെടുക്കാം. ഞാനിപ്പം രണ്ടാമത്തെ രീതിയിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ തക്കാളി സവാള മിക്സ് നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. തൈരും കൂടെ ചേർക്കാം. ലേശം ഉപ്പും കൂടെ. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുമായതുകൊണ്ട് ഉപ്പ് കറക്റ്റുണ്ട്. നമ്മൾ തൈരിനോട് ഒരു ലേശം ഉപ്പ് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതി. തൈര് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇങ്ങനെ വെച്ച് കുറച്ച് നേരം സെറ്റ് ആവട്ടെ. ഞാൻ കുറച്ച് അരിയേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അത് വെള്ളം നികക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊരു കലത്തിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതേ ഉള്ളൂ. ഇനി ഞാൻ വാർത്തെടുക്കുവാണേ. നമ്മുടെ പാവയ്ക്ക എല്ലാം നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയും കൂടുതൽ കിടന്നാൽ കരിഞ്ഞു പോകും, പിന്നെ കഴിക്കാൻ ടേസ്റ്റ് കാണത്തില്ല കേട്ടോ. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ എത്ര പേരായി പാവയ്ക്ക കയ്പ്പാണ് അങ്ങനെ കഴിക്കാതിരിക്കുന്നവർ. അവർ നഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ഫുഡാണ്. എന്നാ ടേസ്റ്റാണല്ലേ. അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ഒരു ടിഷ്യൂ പേപ്പറിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടവലിലോട്ടൊക്കെ മാറ്റാം. അപ്പോൾ നമ്മളെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ചോറ് വാർത്തു, ചോറൊന്ന് പൊരിക്കാൻ വെച്ചതാണ്. അപ്പോൾ ലഞ്ച് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇന്ന് പ്ലേറ്റിലല്ല കാണിക്കുന്നത്. അപ്പോൾ എന്നോട് കുറേ പേര് ഓഫീസിൽ കൊണ്ടുപോകാൻ ലഞ്ച് ചോദിച്ചു. ഞാനിവിടെ ഒരു വലിയൊരു നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ വട്ടപ്പാത്രമാണ് എടുക്കുന്നത്. കണ്ടോ? വട്ടപ്പാത്രമാണ്. അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അതിൽ കാണിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയോണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഇതിൽ നിറയെ ചോറ് കൊള്ളും. അപ്പോൾ അത്രയൊന്നും ചോറ് എടുക്കണ്ട കേട്ടോ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പാത്രം അനുസരിച്ച് എടുത്താൽ മതി. അതടച്ചു. അപ്പം നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ കറികളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പാവയ്ക്ക വറുത്തത് ഇഷ്ടമല്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ പാവയ്ക്ക വറുത്തത് കഴിക്കാൻ ശീലിക്കുക, നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങളിതിന് പകരം ഒരു മുട്ട പൊരിച്ചത് വെച്ചാൽ മതി കേട്ടോ. നല്ല കിടിലൻ ഒരു കോമ്പിനേഷനാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം പാവയ്ക്ക വറുത്തതും ഈ ചമ്മന്തിയും കൂടാണ്. അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലെ റെസിപ്പികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ, കാരണം ഞാൻ സ്പീഡിൽ കാണിക്കുമല്ലേ, ഈ വീഡിയോയുടെ താഴെ ഇതിൻ്റെ ഓരോന്നിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, മറക്കത്തില്ല. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ആരോ കമൻറ്റിൽ ചോദിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ലഞ്ച് ബോക്സ് കാണിച്ചത്. ഇതേപോലെ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന പല റെസിപ്പീസും ഞാൻ ഈ ദിവസങ്ങളിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഓരോന്നായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അതെല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. ഇനി പുറകോട്ട് പോകത്തില്ല, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ ഇടാൻ മറക്കരുത്. ഞാൻ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പേര് കമൻറ്റ് ഇടാത്തവരുണ്ട്, സൈലൻ്റായിട്ട് ഫോളോ ചെയ്യുന്നവരുണ്ട്, എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ട് എനിക്കൊരു സന്തോഷമായിട്ടല്ലേ. അപ്പോൾ ഓക്കെ, വീണ്ടും നല്ല റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.